നേതാവ് സുപ്രിയ ശ്രീനാഥിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 15 സെക്കൻഡുള്ള ഒരു വീഡിയോയിൽ സുപ്രിയ സന്തോഷത്തോടെ വരുന്നതും ചുറ്റുമുള്ളവർ ആർപ്പു വിളിക്കുന്നതും കാണാം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ തോൽവി കോൺഗ്രസ് നേതാവായ സുപ്രിയ ആഘോഷിക്കുന്നു എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന വിവരണം. എന്നാൽ പ്രചരിക്കുന്ന അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ വക്താവ് സുപ്രിയ ശ്രീനാഥ്, ആഹാ എന്തൊരു ആഹ്ലാദം, BJP പോലും ഇത്രയും സന്തോഷിച്ചു കാണില്ല. ഡൽഹിയിൽ AAPയെ തോൽപ്പിച്ചതിലുള്ള സന്തോഷം അണ പൊട്ടിയൊഴുകി എന്ന് കുറിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവം ഒന്ന് വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ ഈ വീഡിയോയും അതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളും 2024 മുതൽ പ്രചരിക്കുന്നതാണെന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ കീവേഡ് സെർച്ചിലൂടെ സമാനമായ വീഡിയോ ഉൾപ്പെടുന്ന ന്യൂസ് റിപ്പോർട്ടും കണ്ടെത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മുന്നേറ്റം സുപ്രിയ ശ്രീനാഥ് ആഘോഷിക്കുന്ന വീഡിയോയാണ് ഇതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി. കോൺഗ്രസ് സോഷ്യൽ മീഡിയ സംഘത്തിനൊപ്പമാണ് സുപ്രിയ ആഘോഷിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. വൈറൽ വീഡിയോയുടെ പൂർണ്ണരൂപം ഹിന്ദി വാർത്താ ചാനലായ ന്യൂസ് 24ന്റെ യൂട്യൂബ് ചാനലിൽ 2024 ജൂൺ 5 പങ്കുവച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉണ്ടാക്കിയ മുന്നേറ്റത്തെക്കുറിച്ച് വൈകാരികമായിട്ടാണ് സുപ്രിയ ശ്രീനാഥ് സംസാരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. പിന്നീട് അന്വേഷിച്ചത് വൈറൽ പോസ്റ്റുകൾക്കൊപ്പം പ്രചരിക്കുന്ന വാർത്ത കാർഡിനെ കുറിച്ചാണ്. ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് വക്താവായ സുപ്രിയ ശ്രീനാഥ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമല്ലെന്നും 15 വർഷത്തോളം ഞങ്ങൾ ഭരിച്ച സ്ഥലമാണ് ഡൽഹിയെന്നും തുടർന്നും ഞങ്ങൾക്ക് സാധ്യതയുള്ള തട്ടകമാണിതെന്ന് സുപ്രിയ വ്യക്തമാക്കിയതായി ഒരു പ്രമുഖ ദേശീയ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയം കോൺഗ്രസ് നേതാവ് സുപ്രിയ ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന ഈ പ്രചരണം വ്യാജമാണ്. ഇക്കഴിഞ്ഞ ഡൽഹി തിരഞ്ഞെടുപ്പുമായി പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് ഒരു ബന്ധവുമില്ല. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പഴയ വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് വ്യക്തമായി. ഇതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നുവെന്ന വാദത്തോടെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. രമേശ് ചെന്നിത്തല കാവി നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് തലപ്പാവും അണിഞ്ഞ് ഒരു ക്ഷേത്രത്തിലെ പടിക്കെട്ടിന് മുന്നിൽ നിൽക്കുന്നതായിരുന്നു ആ ചിത്രം. ആരും അറിയാതെ രഹസ്യമായി ചെന്നിത്തല പ്രയാഗ്രാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്തുവെന്നാണ് പോസ്റ്റുകളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പ്രചരിക്കുന്ന ചിത്രം മഹാകുംഭമേളയിൽ നിന്നുള്ളതല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 2024 ഓഗസ്റ്റിൽ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലെ നന്ദേഡ് ഗുരുദ്വാര സന്ദർശിച്ചപ്പോഴുള്ള ചിത്രമാണിത്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ ചിത്രം വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിരുന്നു. വിശദമായ പരിശോധനയിൽ മഹാരാഷ്ട്രയിലെ നന്ദേഡ് മണ്ഡലത്തിൽ നിന്നുള്ള മുൻ MLA മോഹൻ റാവു ഹംഭാഡെ പങ്കുവച്ച ഒരു എക്സ് പോസ്റ്റും ലഭ്യമായി. വൈറൽ ചിത്രത്തിലുള്ള വേഷത്തിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയും മഹാരാഷ്ട്ര PCC അധ്യക്ഷൻ നാനാ പട്ടോലെ ഉൾപ്പെടെയുള്ളവരെയും ഈ ചിത്രത്തിൽ കാണാം. 2024 ഓഗസ്റ്റ് 11 പങ്കുവച്ച പോസ്റ്റിന്റെ വിവരണത്തിൽ പറയുന്നത് നന്ദേഡിലുള്ള സിഖ് ഗുരുദ്വാര സന്ദർശനമെന്നാണ്. ഏതായാലും വൈറൽ ചിത്രം മഹാകുംഭമേളയിൽ നിന്നുള്ളതല്ല. 2024 ഓഗസ്റ്റിൽ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലെ നന്ദേഡ് ഗുരുദ്വാര സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രമാണ് എന്നും തെളിഞ്ഞു. അതേസമയം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി കാവടിയെടുത്തതായി വാർത്തകളുണ്ടായിരുന്നു. കാവി വസ്ത്രം ധരിക്കാതെ കാവടിയെടുത്തത് ആചാര ലംഘനമെന്ന രീതിയിൽ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് കാവിയെടുത്ത് ചെന്നിത്തല കുംഭമേളയ്ക്ക് പോയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നത്.